MMV ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക എന്ന് പറയുന്നത് പണം വരുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണോ എന്നാണ് ചോദ്യം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ശരിക്കും നമ്മളൊരു ആളോട് നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചൊരു കാര്യത്തോട് നന്ദി പറയുമ്പോൾ അത് നമുക്ക് കിട്ടി എന്ന് വളരെ ആഴത്തിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് പണം കിട്ടി എന്നുള്ള ബോധ്യം നിങ്ങളിലേക്ക് വരുത്തുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞാൻ ആകെ തകർന്നു പോയി, പൈസ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അവർ എത്രയോ പണം കൈകാര്യം ചെയ്ത് അവർ മറന്നുപോയിരിക്കുന്നു. അപ്പോൾ അതിനെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ നന്ദി അറിയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി പണവും ഗ്രാറ്റിറ്റ്യൂഡും തമ്മിലുള്ള ബന്ധത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, സത്യത്തിൽ മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഒരു നോട്ടോ കോയിനോ എന്നതിനേക്കാൾ ഉപരി ഒരു എനർജിയാണ്. മണി എനർജിയെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് മണി കിട്ടിയതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം വരെയുള്ള ജീവിതത്തിൽ എത്ര പണം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലൂടെ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മാത്രം എടുത്താൽ തന്നെ ഒരു വലിയ സംഖ്യയായിരിക്കും. ഒരു മനുഷ്യൻ്റെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അൺകൗണ്ടബിൾ ഓർ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാല്യൂവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ നിങ്ങളിലേക്ക് പണം എത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പണം സഹായിച്ച ഓരോ മൊമെൻറ്റിനെയും നിങ്ങൾ എടുക്കുക, എന്നിട്ട് അതിന് നന്ദി പറയുക. ഓരോ മൊമെൻറ്റ് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, 100 അല്ല 1000കണക്കിന് മൊമെൻറ്റുകളിലൂടെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടാവുക. ഓരോ നിമിഷവും നമ്മൾ പക്ഷേ അത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ മണി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ നിങ്ങളിലേക്ക് പണം കണക്ട് ചെയ്യാനുള്ള സാധ്യത കൂടും. കാരണം നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ബ്രെയിൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പണത്തിലേക്ക് ചാനലൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ നിമിഷവും പല സാഹചര്യങ്ങളിലായി, പല സന്ദർഭങ്ങളിലായി മണി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും. ആ ഓരോ സന്ദർഭങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മണിയെ നന്ദിയോടുകൂടെ ഓർക്കുക എന്നുള്ളതാണ്. അതെ, പണം എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പണത്തെ വളരെ നന്ദിയോടുകൂടി ഓർക്കുക. അതുപോലെ തന്നെ പണം നമ്മൾ ചിലവഴിക്കുമ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. അത് നമ്മൾ വളരെ സ്പെസിഫിക്കായിട്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം മറ്റുള്ള ആളുകൾ കൂടി കൊടുക്കുക. ഇതെല്ലാം പണം വർദ്ധിച്ചു വരുവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മണി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പണം നിങ്ങളിലേക്ക് ഒഴുകി വരാൻ വളരെ ആഴത്തിൽ സഹായിക്കുന്ന ഒരു കാര്യമായി മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും അത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ലൈഫിനെ ചുറ്റപ്പെടുത്താനും, അതെ, നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് മണിയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ മണിയിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ സംസാരം മണിയുമായിട്ട് ബന്ധപ്പെട്ട മണി ഉണ്ടാവുന്നത് പോലെയുള്ള സംസാരങ്ങളാവുക. നമ്മുടെ പ്രവർത്തനങ്ങൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാവുക. ഇത്രയേ ഉള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിന്തകളും സംസാരവും പ്രവർത്തനങ്ങളും മണി വരാത്ത രൂപത്തിലുള്ളതായിരിക്കും. ഉദാഹരണമായിട്ട്, എനിക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അതല്ല പറയേണ്ടത്. പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കളവൊന്നുമല്ല, നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ചിന്തകൾ. ഈ ചിന്തകൾ നമ്മുടെ ചിന്തകൾ പോകുന്നത് എങ്ങനെയാണ്? ഞാൻ കഷ്ടപ്പാടിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിന് പകരമായിട്ട് നമ്മളിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ആക്ഷൻ, ആ പണം കിട്ടിയാൽ എന്താണ് എൻ്റെ പ്ലാൻ, ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു ഏരിയയും ക്ലിയർ ആവും. അതുപോലെ സംസാരം പലപ്പോഴും നമ്മുടെ മണി എനർജിക്ക് എതിരായിട്ടാണ് വരിക. എൻ്റെ അടുത്ത് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, പണം ആരെങ്കിലും പറ്റിച്ചിരിക്കുന്നു, പണം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളെല്ലാം പണം നഷ്ടപ്പെടാനാണ് കാരണമാവുക. അപ്പോൾ വളരെ പ്രധാനമാണ് ഈ പണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ചിന്ത എന്ത്, നമ്മൾ പറയുന്നതെന്ത്, നമ്മളെന്ത് പ്രവർത്തിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കത് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താം. വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.